Hello, my dear children. Good morning. Welcome to our chemistry class. Today we are going to learn about how we can separate various components of a mixture. We have learned that most of the natural substances are not chemically pure. Different methods of separation are used to get individual components from a mixture. Separation makes it possible to study and use the individual components of a mixture. Heterogeneous mixtures can be separated into their respective constituents by simple physical methods like hand picking, sieving, filtration, etc. that we are using in our day-to-day life. But we want to separate some homogeneous mixtures also. It is very difficult. The homogeneous mixtures cannot be separated by physical methods. Some special techniques have to be used for the separation of the components of homogeneous mixtures. So we can go for such techniques or such special techniques to separate homogeneous mixtures. Okay. The first one is, how can we obtain colored component or dye from blue black ink? നമുക്കറിയാം ഇങ്ക് ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വേരിയസ് ഡൈസ്. അപ്പോൾ ആ ഇങ്കിലെ കോമ്പോണൻസ് ആയ ഡിഫറെൻറ്റ് കളേർഡ് ഡൈസിനെ എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് വി കാണ്ട് ഏബിൾ ടു സെപ്പറേറ്റ് ദാറ്റ് ഡൈസ് ബൈ യൂസിങ് എനി ഫിസിക്കൽ മെത്തേഡ്, ഇസൻറ്റ് ഇറ്റ്? അല്ലേ, ഫിസിക്കൽ മെത്തേഡ്സ് ഒന്നും ഉപയോഗിച്ചിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ വി ആർ യൂസിങ് ദ പ്രോസസ് ഓർ ദ മെത്തേഡ് ഇവാപൊറേഷൻ. Evaporation is a useful method to obtain colored component from blue black ink. Evaporation എന്ന മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. Ink is a colloidal solution, that is, it is a heterogeneous mixture of dye and water. ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ് ഓഫ് ഡൈസ് ആൻഡ് വാട്ടർ, അല്ലേ? അതൊരു കൊളോയിഡൽ സൊല്യൂഷനാണ്. നമ്മൾ പറഞ്ഞു ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സിനെ ഉപയോഗിച്ചിട്ട് ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാം. പക്ഷേ കൊളോയിഡൽ സൊല്യൂഷൻസിനെ, കൊളോയിഡൽ മിക്സ്ചേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ക് ഈസ് എ കൊളോയിഡൽ സൊല്യൂഷൻ. It is a mixture of dyes and water. വാട്ടറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേർഡ് ഡൈസ് ഡിസോൾവ് ചെയ്തിട്ടാണ് ഇങ്ക് ഉണ്ടാവുന്നത്. വെൻ ദിസ് മിക്സ്ചർ ഈസ് ഹീറ്റഡ്, വാട്ടർ ഇവാപ്പറേറ്റ്സ് ആൻഡ് ഡൈ ഈസ് ലെഫ്റ്റ് ഔട്ട്. അതായത് നമ്മൾ ഈ മിക്സ്ചറിനെ ചൂടാക്കുമ്പോൾ, ആ പ്രോസസ്സ് എങ്ങനെയെന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ചൂടാക്കുമ്പോൾ അതിലെ വാട്ടർ എന്ത് ചെയ്യും? ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. ഡൈസ് അവിടെ വാച്ച് ഗ്ലാസ്സിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ വാച്ച് ഗ്ലാസ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, യു ക്യാൻ സീ ദ ആക്ടിവിറ്റി 2.4 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഫിൽ ഹാഫ് എ ബീക്കർ വിത്ത് വാട്ടർ. പുട്ട് എ വാച്ച് ഗ്ലാസ് ഓൺ ദ മൗത്ത് ഓഫ് ദ ബീക്കർ. പുട്ട് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഇങ്ക് ഓൺ ദ വാച്ച് ഗ്ലാസ്. അതായത് നമ്മൾ ഡയറക്റ്റ് ഇങ്കിനെ ചൂടാക്കുകയല്ല ചെയ്യണത്. ഒരു വാച്ച് ഗ്ലാസ് ഉപയോഗിച്ച് ഒരു ബീക്കറിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ചൂടാക്കുന്നത്. അതായത് ബീക്കറിലെ വെള്ളം നമ്മൾ തിളപ്പിക്കുമ്പോൾ ആ ഹീറ്റ് കൊണ്ടാണ് ഇങ്ക് ചൂടാവണത്. മനസ്സിലായില്ലേ? ദെൻ വി ആർ സ്റ്റാർട്ടിങ് ദ ഹീറ്റിംഗ് ദ ബീക്കർ. വി ഡു നോട്ട് വാണ്ട് ടു ഹീറ്റ് ദ ഇങ്ക് ഡയറക്റ്റ്ലി. യു വിൽ സീ ദാറ്റ് ഇവാപ്പറേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഫ്രം ദി വാച്ച് ഗ്ലാസ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇൻഡയറക്റ്റ്ലി നമ്മൾ ഇങ്കിനെ ചൂടാക്കുമ്പോൾ നമുക്ക് ഇവാപ്പറേഷൻ എന്ന പ്രോസസ്സ് അവിടെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദ വോളട്ടൈൽ കോമ്പോണൻറ്റ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് നോൺ വോളട്ടൈൽ കോമ്പോണൻറ്റ്. അതായത് വോളട്ടൈൽ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിനെയാണ് നമ്മൾ വോളട്ടൈൽ കോമ്പോണൻറ്റ് പറയുക. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോണത്, അതിനെയാണ് എന്ത് പറയുക?
വോളട്ടൈൽ. അപ്പോൾ ഒരു വോളട്ടൈൽ കോമ്പോണൻറ്റിൽ നിന്ന് ഒരു നോൺ വോളട്ടൈൽ ആയ സൊല്യൂട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇവാപ്പറേഷൻ. അപ്പോൾ നമ്മളിവിടെ ചൂടാക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ഇങ്ക് വി നോ ദാറ്റ് ഇങ്ക് ഈസ് എ മിക്സ്ചർ ഓഫ് ഡൈ ഇൻ വാട്ടർ അല്ലേ. അപ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് വാട്ടർ സ്റ്റാർട്ട് ടു ഇവാപ്പറേറ്റ് ആൻഡ് ഡൈ ഈസ് ലെഫ്റ്റ് ഇൻ എ ചൈന ഡിഷ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ഇവാപ്പറേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് വാച്ച് ഗ്ലാസ്സിൽ ഡിഫറെൻറ്റ് കളേർഡ് ഡൈസിനെ കാണാൻ പറ്റും. സോ ഇവാപ്പറേഷൻ ഈസ് എ യൂസ്ഫുൾ മെത്തേഡ് ടു ഒബ്റ്റെയിൻ കളേർഡ് കോമ്പോണൻറ്റ് ഫ്രം ഇങ്ക് അല്ലേ. ഇങ്കിൽ നിന്ന് ഡൈസിനെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂസ്ഫുൾ മെത്തേഡാണ് ഇവാപ്പറേഷൻ. നെക്സ്റ്റ് വൺ, ഹൗ ക്യാൻ വി സെപ്പറേറ്റ് ക്രീം ഫ്രം മിൽക്ക്. ഇനി എങ്ങനെയാണ് മിൽക്കിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ദാറ്റ് വി ഓൾറെഡി നോൺ. വെൻ യു ആസ്ക് യുവർ പാരൻറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് പ്രോസസ് because they are using that method to separate cream from milk അല്ലേ. നമ്മൾ അമ്മമാരോടൊക്കെ ചോദിച്ചറിയാം തൈര് കടയുന്ന ആ പ്രോസസ്സ്, അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? We can use or we use the process of centrifugation to separate cream from milk. അതായത് നമ്മൾ മിൽക്കിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗേഷൻ. ഇൻ ലാർജ് സ്കെയിൽ ഓർ വി വാണ്ട് ടു മേക്ക് ലാർജ് സ്കെയിൽ വി പുട്ട് ദ മിൽക്ക് ഇൻ എ ക്ലോസ് കണ്ടെയ്നർ ഇൻ എ ബിഗ് സെൻട്രിഫ്യൂഗ് മെഷീൻ. അതായത് വലിയ ഫാക്ടറികൾ, അതായത് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മിൽക്കൊക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ പ്ലാന്റുകളിൽ എന്താണ് സെൻട്രിഫ്യൂഗേഷൻ മെഷീൻ ഉണ്ട് അല്ലേ. നമ്മൾ വീട്ടിലാണെങ്കിൽ നമ്മൾ എന്താണ് കടകോല് എന്നാണ് പറയുക അല്ലേ. അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നമ്മൾ സ്റ്റേൺ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അത് കുറേ സമയം കഴിയുമ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോൾ കാണാൻ ലൈറ്റ് വെയിറ്റ് ഉള്ള സോളിഡ് സബ്സ്റ്റൻസ് മിൽക്കിൻ്റെ മുകളിൽ എന്താവും സെപ്പറേറ്റ് ആവും. അടിയിൽ വെയിറ്റ് കൂടുതലുള്ളതും ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയാണ് നമ്മളത് തൈര് കടയുന്നത് അല്ലേ. അപ്പോൾ ലാർജ് സ്കെയിലിൽ എന്താണ് സെൻട്രിഫ്യൂഗേഷൻ മെഷീൻ ഉണ്ട്. ആ മെഷീനിലാണ് എന്ത് ചെയ്യണത്, മിൽക്ക് ഒഴിക്കുന്നത്. ആൻഡ് ദ കണ്ടെയ്നർ ഈസ് സ്പൺ അറ്റ് വെരി ഹൈ സ്പീഡ്. അപ്പോൾ ആ സെൻട്രിഫ്യൂഗേഷൻ മെഷീനിൽ ഒരു കണ്ടെയ്നർ ഉണ്ട്. അതിൽ ഒഴിച്ചിട്ട് വളരെ ശക്തിയായ, അതായത് വളരെ സ്പീഡിൽ കറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്പീഡിൽ കറക്കുമ്പോൾ എന്ത് ചെയ്യും, ലൈറ്റ് വെയിറ്റ് ഉള്ളതൊക്കെ എന്ത് ചെയ്യും, മുകൾ ഭാഗത്തേക്ക് വരും. ഡെൻസർ പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യും, താഴത്തേക്ക് പോവും. മനസ്സിലായില്ലേ? സംടൈംസ് ദ സോളിഡ് പാർട്ടിക്കിൾസ് ഇൻ എ ലിക്വിഡ് ആർ വെരി സ്മോൾ ആൻഡ് ദാറ്റ് പാസ് ത്രൂ എ ഫിൽട്ടർ പേപ്പർ. നമ്മളിവിടെ സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കാൻ കാരണം സോളിഡ് പാർട്ടിക്കിൾസ് എന്താണ് വളരെ സ്മോൾ ആയിരിക്കുമ്പോൾ നമുക്ക് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ സച്ച് പാർട്ടിക്കിൾസ് ദ filtration technique cannot be used for separation. Such mixtures are separated by centrifugation. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ. The principle is that the denser particles are forced to the bottom and the lighter particles stay at the top when spun rapidly. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസർ പാർട്ടിക്കിൾസ് ആർ ഫോഴ്സ്ഡ് ടു ദ ബോട്ടം. എന്താണ്, നമ്മൾ ശക്തിയായിട്ട് കറക്കുമ്പോൾ കനമുള്ള സാധനങ്ങളൊക്കെ അടിയിലും, ലൈറ്റർ പാർട്ടിക്കിൾസ് സ്റ്റേ അറ്റ് ദ ടോപ്പ്. അതായത് വെയിറ്റ് കുറഞ്ഞ പാർട്ടിക്കിൾസ് മുകളിലേക്കും വരും എന്നുള്ളതാണ്. നമ്മൾ ശക്തിയായിട്ട് കുറച്ച് സമയം കറക്കുമ്പോൾ, സ്പീഡിൽ കറക്കുമ്പോൾ കനം കൂടിയത് അടിയിലും കനം കുറഞ്ഞത് മുകളിലും വരും. അങ്ങനെയാണ് നമ്മൾ മിൽക്കിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്നത്. ക്രീം എന്ന് പറഞ്ഞാൽ മിൽക്കിൽ പിന്നെ എന്താണ്, മിൽക്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാറ്റ്സ് ഉണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഒക്കെ ഉണ്ട്.
അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ളതൊക്കെ അടിയിലേക്ക് പോവും, ലൈറ്റ് വെയ്റ്റ് ഉള്ള ക്രീം മുകളിലേക്ക് വരും. അപ്പോൾ വി ആർ യൂസിങ് ദ പ്രോസസ് ഓർ ദ മെത്തേഡ് സെൻട്രിഫ്യൂഗേഷൻ ടു സെപ്പറേറ്റ് cream from milk, isn't it? Then other applications also for the process of centrifugations are, it is used in diagnostic laboratories for blood and urine test. ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളിലും ഈ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുക. യൂസ്ഡ് ഇൻ ഡയറീസ് ആൻഡ് ഹോം ടു സെപ്പറേറ്റ് ബട്ടർ ഫ്രം ക്രീം, അല്ലേ? തൈരെന്ന് നമ്മൾ തൈര് കടയുക എന്ന് പറയുന്നില്ലേ, അല്ലേ? അതാണ്, അതായത് വെണ്ണ വേർതിരിക്കാൻ അതാണ് നമ്മൾ ചെയ്യണത്, വീട്ടിൽ ചെയ്യണത്, അല്ലേ? ദിസ് മെത്തേഡ് ഈസ് യൂസിങ്. ദെൻ യൂസ്ഡ് ഇൻ വാഷിംഗ് മെഷീൻ ടു സ്ക്യൂസ് ഔട്ട് വാട്ടർ ഫ്രം വെറ്റ് ക്ലോത്ത്സ്, അല്ലേ? നമ്മൾ ഡ്രയറിൽ ഉപയോഗിക്കുന്ന മെത്തേഡും ഇതാണ്. വാഷിംഗ് മെഷീനിലെ തുണി ഉണങ്ങാൻ നമ്മൾ ഉപയോഗിക്കണില്ലേ, അതിലെ മെത്തേഡും ഇതന്നെയാണ്. ശക്തിയായിട്ട് കറങ്ങുമ്പോൾ അതിലെ വെള്ളം അങ്ങനെ തെറിക്കും, അല്ലേ? വെള്ളം തെറിച്ചിട്ട് എന്താണ്, അതൊക്കെ താഴത്തേക്ക് പോകും. വെള്ളം ഹെവിയാണ്, അപ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ അത് റിമൂവ് ചെയ്യാം, വാഷിംഗ് മെഷീനിൽ നിന്ന് പുറത്ത് പോകും, അപ്പോൾ നമ്മളുടെ തുണി ഉണങ്ങും ചെയ്യും. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ ഈസ് ദ പ്രോസസ് ടു സെപ്പറേറ്റ് ക്രീം ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ.